പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന വ്യക്തിത്വമാണ് വിശുദ്ധ ചാവറപ്പിതാവ്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യ തലത്തിലും ഒരുപാട് പ്രാധാന്യം നൽകിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ചാവറപ്പിതാവ്. CMI കോൺഗ്രിഗേഷന്റെ സ്ഥാപകനായ ചാവറപ്പിതാവിന്റെ അവസാന നാളുകൾ ചെലവഴിച്ച സെയിന്റ് ഫിലോമിന ചർച്ച് കൂനമ്മാവിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ജനുവരി 3-ാം തീയതിയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ പള്ളിയുടെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ചേർന്ന് നിൽക്കുന്ന മ്യൂസിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിൽ നിന്നും നോർത്ത് പറവൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ കൂനമ്മാവ് എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കായലും പുഴയും ഒക്കെ ചേർന്ന മനോഹരമായൊരു സ്ഥലമാണ് കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലം. ഈ പള്ളി സെയിന്റ് ഫിലോമിന എന്നറിയപ്പെടുന്നുവെങ്കിലും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ജനുവരി 3-ആയ വിശുദ്ധ ചാവറപ്പിതാവിന്റെ തിരുനാൾ ദിവസം തന്നെയാണ്. സെയിന്റ് ഫിലോമിന ചർച്ചിന്റെ ഉള്ളിൽ തന്നെയാണ് വിശുദ്ധ ചാവറപ്പിതാവിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. ചാവറപ്പിതാവിന്റെ അവസാന 7 വർഷങ്ങൾ അദ്ദേഹം ചെലവഴിച്ചത് ഈ ഒരു പള്ളിയിലാണ്. 1871 അദ്ദേഹം ഈ ലോകത്തു നിന്നും വേർപിരിഞ്ഞതും അതുപോലെ തന്നെ അദ്ദേഹത്തെ അടക്കിയതും ഈ ഒരു പള്ളിയിൽ തന്നെയാണ്. പള്ളിയോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു മ്യൂസിയം. ചാവറപ്പിതാവ് ഉപയോഗിച്ചിരുന്ന വിശുദ്ധമായ വസ്തുക്കളൊക്കെ ഇപ്പോഴും ഈ മ്യൂസിയത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചാവറപ്പിതാവ് ഉപയോഗിച്ചിരുന്ന ഒരു കല്ല്, അദ്ദേഹത്തിന്റെ പാദ സ്പർശനമേറ്റിരുന്ന ആ കല്ല് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റൂമിലാണ് നമ്മുടെ ചാവറപ്പിതാവ് അവസാന 2 വർഷങ്ങൾ ചെലവഴിച്ചത്. രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയിട്ടും അദ്ദേഹം ആ ഒരു റൂമിനെ വളരെ പ്രാർത്ഥനാലയമാക്കി അദ്ദേഹം മാറ്റുന്നുണ്ട്. കൈനക്കരയിൽ 1805 ഫെബ്രുവരി 10-നാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ജനിക്കുന്നത്. 8-ാം ദിവസം തന്നെ മാമോദിസ നൽകി കുര്യാക്കോസ് എന്ന അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് വിളിക്കപ്പെടുകയാണ് ചെയ്തത്. അമ്മയുടെ പേര് മറിയംതോപ്പിൽ എന്നായിരുന്നു. ചാവറപ്പിതാവ് കൂനമ്മാവിലേക്കുള്ള തൻ്റെ യാത്ര ആദ്യമായി എത്തി നിൽക്കുന്നത് പള്ളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സെയിന്റ് ഫിലോമിന ചർച്ചിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെയാണ് ഈ പള്ളിക്കടവ് എന്ന് പറയുന്ന സ്ഥലം. ഇന്ന് അവിടെ ഒരു കപ്പേള ഉയർത്തപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? വിശുദ്ധ ചാവറപ്പിതാവ് പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിനവും പോലും നമ്മുടെ ആയുസ്സിൽ ഉണ്ടാവരുതെന്ന്. നമുക്കും അപ്പോൾ എല്ലാ ദിവസവും ഒരു നന്മയെങ്കിലും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.